ഇമിഗ്രേഷൻ കൺസൾട്ടൻസിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു സ്പാം യൂറോപ്യൻ കൺട്രീസിലേക്ക് UK, കാനഡ, ജർമ്മനി, ഓസ്ട്രേലിയ പുറത്തേക്ക് കൊണ്ടുപോകാമെന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് ക്ലയൻസിൻ്റെ അടുത്ത് നിന്ന് ഇവർ എമൗണ്ട് കളക്ട് ചെയ്യുകയും അതിനുശേഷം പ്രോസസ്സിങ്ങും മറ്റുള്ള കാര്യങ്ങളൊന്നും നടക്കാണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലയൻസിൻ്റെ അടുത്ത് നിന്ന് ഇവർ വാങ്ങുന്ന എമൗണ്ട് അല്ലെങ്കിൽ അവർ പറയുന്ന ഓഫേഴ്സൊക്കെ വളരെ വലുതാണ്. പല ക്ലയൻസിൻ്റെ അടുത്തു നിന്നും 5,000 to 50,000 1 lakh വരെയും വാങ്ങിച്ച പല കേസുകളും ഉണ്ട്. അപ്പോൾ ഇവർ ഈ എമൗണ്ട് വാങ്ങിച്ച ശേഷം ആദ്യം ഇവർ എലിജിബിലിറ്റി ചെക്കിംഗ് എന്നും പറഞ്ഞിട്ട് ചെറിയ എമൗണ്ട് വാങ്ങിച്ചിട്ട് ആദ്യം ക്ലയൻറ്റ് എലിജിബിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എമൗണ്ട് വാങ്ങുന്നു. അതിനുശേഷം ഇത് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എലിജിബിൾ ആണ് എന്നും പറഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള പേപ്പർ വർക്ക്സിനും ബാക്കി വിത്ത് ഫാമിലി അല്ലെങ്കിൽ വിത്തൗട്ട് ഫാമിലി നിങ്ങളെ ഒരു കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ സഹായിക്കാമെന്നും പറഞ്ഞ് ഒരു എമൗണ്ട് വാങ്ങിക്കുന്നു. ശേഷം ഈ വർക്കുകളൊന്നും നടക്കുന്നില്ല. പറഞ്ഞ പേപ്പർ വർക്ക്സോ പ്രൊസീജിയേഴ്സോ മറ്റുള്ള കാര്യങ്ങളൊന്നും നടക്കാണ്ട് വരികയും അങ്ങനെ വരുമ്പോൾ ഇവർ പറയുന്ന 3 മാസമോ അല്ലെങ്കിൽ 6 മാസമോ 1 വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവരെ കോൺടാക്റ്റ് ചെയ്തിട്ട് ഒരു അപ്ഡേറ്റ് കിട്ടാണ്ട് ഇരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് ക്ലയൻസ് നമ്മളിങ്ങനെ ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവർ ആദ്യം തന്നെ ക്ലയൻസുമായിട്ടൊരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കുകയും ആ എഗ്രിമെൻറ്റിൽ ഇവർക്ക് വേണ്ട കുറേ ക്ലോസസ്, അവർക്ക് അനുകൂലമായ അഡ്വാൻറ്റേജ് ഉള്ള കുറച്ച് ക്ലോസസ് ആഡ് ചെയ്യും. അത് ഈ ക്ലയൻസ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് മുഴുവൻ പ്രോപ്പറായിട്ട് വായിച്ച് നോക്കാണ്ട് ഇവർ പറയുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിച്ച് ഈ എമൗണ്ട് പേയ്മെൻറ്റ് നടത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് മലയാളികളുണ്ട്, ഒരുപാട് ക്ലയൻസ് ഇങ്ങനെയുള്ള സ്പാമിൽ ചെന്ന് പെടുന്നുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ നമ്മളൊരു കൺസൾട്ടൻസി ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് പുറത്തേക്ക് വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണെങ്കിൽ കൂടെ തന്നെ നമ്മളൊരാളുമായിട്ട് അല്ലെങ്കിൽ കൺസൾട്ടൻസിയുമായിട്ടൊരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുമ്പോൾ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പൂർണ്ണമായിട്ടും വായിച്ച് നോക്കേണ്ടതും കൂടാണ്ട് തന്നെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഇമെയിൽ കൺഫർമേഷൻ വാങ്ങിക്കേണ്ടതുമാണ്.